നമുക്ക് എങ്ങനെയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും? കണ്ണ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് മെഡിസിൻ ഇങ്ങനെ പോകുന്നു, ഞാൻ കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്കി, കൈകൊണ്ട് ഇങ്ങനെ ആക്കി, അറിയാതെ ടച്ച് ചെയ്ത് അല്ലേ? ഐ മീൻ സാർ ഞാൻ കണ്ടു, റെസ്പെക്ട് ചെയ്തു, ക്ലാസ് എടുക്കണം. ഓരോ കസ്റ്റമർ മുമ്പിലേക്ക് വരുമ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യണമല്ലോ, നമ്മളൊന്ന് ടച്ച് ചെയ്യണം. ഓപ്പോസിറ്റ് സെക്സ് വരുന്നു, പോയി കയറി സെക്കൻഡ് എടുക്കാൻ പറ്റും? പറ്റൂല അല്ലേ? നമ്മൾ ജെൻസ് നിൽക്കുന്നു, ലേഡീസ് ഓഫർ കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈമ കിട്ടാൻ പറ്റുള്ളൂ. ഒരു 20 വയസ്സ് നല്ല സുന്ദരിയായ പെൺകുട്ടി വരും, ഞാൻ കല്യാണം കഴിച്ചില്ല, പോയിട്ട് എന്തൊക്കെയാണ് മേഡം വിശേഷം ചോദിച്ചാൽ അവിടെ തീരും. ഓപ്പോസിറ്റ് സെക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ആൾ ഇങ്ങോട്ട് ഓഫർ തന്നെ ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രം പിടിക്കാം, ഫുള്ള് പിടിക്കാൻ നിൽക്കരുത്. ഇങ്ങോട്ട് ഇങ്ങനെ 5 മിനിറ്റ് എന്തൊക്കെയാ വർത്താനം പറഞ്ഞ് അങ്ങനെ പോകരുത്, ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, അവിടെ അത് നിൽക്കുക, അത്രേ ഉള്ളൂ. ഒരു മനുഷ്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ, ടച്ച് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ നോട്ടം കൊണ്ടാവാം, നമ്മൾ ഫിസിക്കൽ ആവാം, നമ്മൾ മെന്റലി ഹൃദയം കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്യാൻ ആർക്ക് പറ്റണം? ദെൻ ഐ കോണ്ടാക്ട്. ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സംസാരിക്കണം. അത് ഫുൾ ടൈം ഇങ്ങനെ നോക്കരുത്. അങ്ങനെ നോക്കി കേസ് കൊടുക്കും. കേസ് കൊടുത്തിട്ട് രാത്രി വിളിക്കും, അസ്കർ സാറല്ലേ? യെസ് സാർ. സാർ ട്രെയിനിങ് ഒക്കെ പൊളിയില്ലേ, ഫുൾ ഉഷാറില്ലേ? ഒരു പ്രശ്നമുണ്ട്, ഒരു കസ്റ്റമർ വന്ന് ഞാൻ ഈ കണ്ണൊക്കെ നോക്കി മാത്രം സംസാരിച്ചു, ആളെ കേസ് കൊടുത്തു, ഞാൻ പകത്താം. അങ്ങനെ ആവരുത്. ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് ചില ലേഡീസൊക്കെ വരുമ്പോൾ നല്ല 5 പവന്റെ മാലയൊക്കെ ഉണ്ടാവും, നമ്മൾ വിചാരിക്കും ഇത് ഇത് പണയം വെക്കാൻ കൊണ്ടുവന്നായിരിക്കും, നമ്മൾ നോക്കലും മാലമൊക്കെ കയറാം, പക്ഷെ അവരുടെ ഉദ്ദേശം എന്താ കയറാം, വേറെ കയറാം. നമ്മൾ കണ്ണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യാറിയോ? സാർ ഞാൻ സാറെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. യെസ്, ഞാൻ പറയുന്ന ആര് കേൾക്കുന്നുണ്ട്? ഞാൻ കേൾക്കുന്നുണ്ട്. രാത്രി ഭാര്യയും ഭർത്താവും കേൾക്കുകയാണ്, ഭർത്താവ് ഫോണിൽ കളിക്കാണ്, ഭാര്യ അതെ പിന്നെ ഭർത്താവ് ഫോൺ വയ്ക്കണം. നമ്മൾ ഹാപ്പി ആവുമോ? നമ്മൾ എന്താ ചെയ്യുക? ദേഷ്യം വരും അല്ലേ? നമ്മൾ ഇത് പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അല്ല, നമുക്ക് എന്താ വേണ്ടത്? ആ ഹൃദയം കണ്ണൊക്കെ ആകെ മുഖത്തേക്ക് വരണം, നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ വരണം. അപ്പൊ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഫോണൊക്കെ മാറ്റി വെച്ച് ആ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കൺസേൺ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുക.